ഹലോ ഗൈസ്, ജിതനാണ് ഈ ഒരു സ്പിരിച്വൽ വഴി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് കർമ്മേനെ പറ്റി ഒരു വീഡിയോ ചെയ്യട്ടേന്ന്. ഓൾമോസ്റ്റ് ആ സ്റ്റോറി കണ്ട എല്ലാവരും പറഞ്ഞത് പോൾ ചെയ്തപ്പോൾ പറഞ്ഞത് ചെയ്യണം. പിന്നെ എനിക്ക് പേഴ്സണലി കുറേ പേരും അയച്ചൊരു ടോപ്പിക്കാണ് ഈ കർമ്മേനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം. ചിലർ ചോദിച്ചൊരു കാര്യം, കർമ്മ ഒരു ബിലീഫല്ലേ? അല്ല, കർമ്മ ഒരു വിശ്വാസമല്ല, കർമ്മ ഒരു നിയമമാണ്. നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ടാവുന്ന സാധനമാണ് കർമ്മ. എന്തൊക്കെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിന്ത, വാക്ക്, പ്രവൃത്തി. നമ്മൾ ഈ 3 കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യുന്നു, അപ്പോഴൊക്കെ നമ്മളൊരു എനർജി യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നുണ്ട്. യൂണിവേഴ്സ് ആ എനർജി നമ്മൾ കൊടുത്ത എനർജി നമുക്ക് തിരിച്ചു തരികയും ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ തരുന്നില്ല, കുറച്ചു നേരം കഴിയുമ്പോൾ തരുന്നുള്ളൂ. പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, പണ്ടൊക്കെ പിന്നെ ഇപ്പൊക്കെ ഇപ്പാന്ന് പറയുന്ന സിറ്റുവേഷൻ. അതേപോലെയാണ് കർമ്മ. അതുകൊണ്ട് കർമ്മ എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞിരുന്നു, ഒരു യൂണിവേഴ്സൽ ലോ ആണ്. നമ്മൾ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്ന എനർജി യൂണിവേഴ്സ് നമുക്ക് തിരിച്ചിരുന്നു. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ല കാര്യം കിട്ടും. ഇനി പൊട്ടയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ട കാര്യം തന്നെ കിട്ടും. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹെൽപ്പ് നമുക്ക് വേണ്ട സമയത്ത് പിന്നീട് എപ്പോഴെങ്കിലും ആ ഹെൽപ്പ് നമുക്ക് കിട്ടും. അല്ല, നമുക്കൊരു തന്നെ പണിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ടൈം ആകുമ്പോൾ യൂട്ടേൺ അടിച്ച പണി നമുക്ക് തന്നെ വന്നിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. കാരണം നല്ല തോട്ട്സും നല്ല വാക്കും നല്ല പ്രവൃത്തികളാണ് നമ്മുടെ ഫ്യൂച്ചറിലോട്ടുള്ള സീഡ്സ് എന്ന് ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ വിത്ത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ പറയുന്ന പൊട്ടപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തം ഈ പറയുന്ന സാധനങ്ങളെ വരുള്ളൂ. അപ്പോൾ ചിന്തിക്കുന്നതും വാക്കും പ്രവൃത്തിയും നമ്മൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യാനേ ഞാൻ പറയുക. ചിലർ ചോദിക്കും, അതായത് ഈ പറയുന്ന പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ഈ ജന്മത്തിൽ തീരുന്നില്ലെന്ന്. അല്ല, ഒരിക്കലും തീരുന്നില്ല. നമ്മൾ ജനിച്ചിട്ടുണ്ടോ, നമ്മൾ ജനിക്കുന്നത് ഒരു കർമ്മകാരനാണ്. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ബോഡിയല്ല, നമുക്ക് 3 ബോഡീസ് ഉണ്ട്. നിങ്ങളിപ്പോൾ എന്നെ കാണുന്ന എൻ്റെ ഫിസിക്കൽ ബോഡി മാത്രമാണ്. എനിക്ക് ഒരു ആസ്ട്രൽ ബോഡി ഉണ്ട്, ഒരു കാഷ്വൽ ബോഡി ഉണ്ട്. അത് നിങ്ങൾക്കും ഉണ്ട്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡി മാത്രമേ നമ്മളിവിടെ വിടുന്നുള്ളൂ. നമ്മുടെ ആസ്ട്രൽ ബോഡിയും കാഷ്വൽ ബോഡിയും അത് ഈ യൂണിവേഴ്സിൽ തന്നെയുണ്ട്. കറക്റ്റ് ടൈം ആകുമ്പോൾ കറക്റ്റ് ഫ്രീക്വൻസി ഉള്ള ഒരു എംബ്രിയോ വരുമ്പോൾ നമ്മളതിനകത്തോട്ട് കയറി നമ്മൾ ആ സോളിലോട്ട് കയറുന്നു. അങ്ങനെയാണ് ബേസിക്കലി പറയാം. ഈ കാഷ്വൽ ബോഡിക്കും ആസ്ട്രൽ ബോഡിക്കും ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയും, നമ്മുടെ സോൾ പാസ്പോർട്ട് അവരുടെയിലാണ് ഇരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ആ കർമാസൊക്കെ തിരിച്ച് വരാത്തതൊക്കെ ആണെങ്കിൽ അത് നമുക്ക് അടുത്ത ലൈഫിൽ കിട്ടും. അതാണ് മുൻജന്മ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് മുന്നേ ഞാനൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറക്കത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കുറേ സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ? അതായത് നിങ്ങൾ പാമ്പ് കുത്തുന്നതോ, നിങ്ങൾ കുഴിയിൽ വീഴുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മരിക്കുന്നതായിട്ടോ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ ചെയ്ത കർമാസിൻ്റെ സിംറ്റംസ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. അത് എന്താണ് എന്നറിയാൻ വേണ്ടി നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ കാണുന്ന സ്വപ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആ കമൻറ്റിൻ്റെ അടിയിൽ വന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ നല്ല പ്രവൃത്തി, നല്ല ചിന്ത, നല്ല വാക്ക്, ഇത് 3 കീപ്പ് ചെയ്യാൻ നോക്കുക. നല്ലൊരു ഭാവി നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ കർമ്മ, നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാകും കർമ്മ ഈസ് എ ബൂമറാങ്, കർമ്മ ഈസ് എ ബിച്ച്. അത് അത്രയായിട്ട് കഴിഞ്ഞ് വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.